ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കറിയും കൂടി കാണിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് റാഗി പുട്ടും അതുപോലെ തന്നെ കടലക്കറിയുമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റാഗി പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ കറി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കടല ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ മുളപ്പിച്ച കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതൊന്നുമല്ല, ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ മുളച്ച് പോയതാണ്. കടല കുതിർത്തപ്പോൾ കൂടുതലായി പോയി, അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറി വെക്കാൻ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ റാഗി പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സവാളയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കടല വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് പുട്ടിൻ്റെ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഞാൻ 2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റാഗിപ്പൊടിയാണ്. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാം. അധികം ചൂടാക്കിയിട്ട് കരിഞ്ഞു പോകരുത്. നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞാലും പാനിൽ നിന്ന് ഈ പൊടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് കൂടുതലായിട്ട് വറന്നിട്ട് ടേസ്റ്റ് മാറിപ്പോവും. അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. റെഡിയാക്കിയിട്ടുള്ള പൊടി ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇളം ചൂടുവെള്ളമാണ്. അധികം ചൂടില്ല, നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടുവെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ചിട്ട് വെള്ളം ഒഴിക്കരുത്. 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. കട്ടയില്ലാതെ ഇതേപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കുഴച്ചെടുക്കണം. ഒരുമിച്ചിട്ട് വെള്ളം ഒഴിക്കരുത്. ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുട്ടിന് ആവശ്യമായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടണം കേട്ടോ. കറി ഉണ്ടാക്കുന്നത് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കറിക്ക് ആവശ്യമായിട്ട് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 5-6 വിസിൽ കൊണ്ട് കടല വെന്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ആർക്കെങ്കിലും ഈ മസാലപ്പൊടിയെല്ലാം ഇങ്ങനെ പുറത്ത് പോകുന്നില്ല നമ്മൾ കടലൊക്കെ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ അത് പോവാതിരിക്കാനുള്ള ടിപ്പ് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. കുറേ ടിപ്പ് ഞാൻ നോക്കിയിട്ടും എനിക്ക് റെഡി ആയിട്ടില്ല. കടലൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കറി ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ കറീൻ്റെ ലൂസ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് കറി തിളപ്പിക്കാം. അപ്പോഴേക്കും നമുക്ക് പുട്ടൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. കടലക്കറീൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പുട്ടും കുറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ചിട്ട് പറയണ്ടല്ലോ, തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങേൻ്റെ അളവെല്ലാം നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് പുട്ടിൽ തേങ്ങ
നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനെല്ലാം നിങ്ങൾ അളവിൽ മാറ്റം വരുത്താം. പിന്നെ കുഴച്ച് വെച്ച പുട്ടും പൊടി ചുടുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒന്നും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ട കെട്ടിയ പോലെ ഉണ്ടാവും. ഇനി അത് നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീഡിയോ കാണുന്നത് പോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങേൻ്റെ അളവിലല്ല നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. ടേസ്റ്റെല്ലാം നല്ല അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അധികം നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടായിരിക്കുമല്ലേ, അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി പാനിലേക്ക് നമുക്ക് പുട്ടും കുറ്റി വെച്ചുകൊടുക്കാം. 3-4 മിനിറ്റ് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴൊക്കെ നമ്മൾ കറി ഒന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ ഞാനിതാ 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടലക്കറിയിൽ കസൂരി മെത്തി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ തിരുമിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഞാനിത് ചിരട്ടപ്പുട്ടിൻ്റെ ഇതിലും കൂടി പുട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില്ലിൽ ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നമ്മുടെ റാഗിപ്പൊടീൻ്റെ മിക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അപ്പോഴേക്കും കുക്കറിൽ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കറി അപ്പോഴേക്കും നന്നായി തിളച്ചിട്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുകെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന ടൈമിൽ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടിനും ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടും കുറ്റിയിൽ നിന്നും പുട്ടിനെ മാറ്റാം. ഒട്ടും തന്നെ പൊട്ടിപ്പോന്നൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ചിരട്ടപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അച്ചിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.